ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ജനുവരി 2 ശനിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. റേഷൻ വിതരണം ഡിസംബർ മാസത്തെ ഭക്ഷ്യ വിഹിതങ്ങളുടെ വിതരണമാണ് നടക്കുന്നത്. അപ്പോൾ ഇതുവരെ ഡിസംബർ മാസത്തെ ഭക്ഷ്യ വിഹിതങ്ങൾ വാങ്ങാത്ത എല്ലാ ആളുകൾക്കും റേഷൻ കടയിൽ പോയിട്ട് ഭക്ഷ്യ വിഹിതങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. നാളത്തേതോടുകൂടി ഈ വിതരണം അവസാനിക്കും. ഈ മാസം കഴിയുന്നതുകൊണ്ട് പല റേഷൻ കടകളിലും സ്റ്റോക്ക് ഉണ്ടാവുകയില്ല. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് ആ റേഷൻ കടയ്ക്ക് പുറത്തുള്ള ആളുകളും വന്ന് സാധനങ്ങൾ വാങ്ങിയേക്കാം. അങ്ങനെയുള്ള റേഷൻ കടകളിൽ നിന്ന് സ്റ്റോക്കുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് അവിടെ ഉണ്ടാകും എന്ന് കരുതിയിട്ട് പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ചില കടകളിലെങ്കിലും സ്റ്റോക്കുകളിൽ കുറവുണ്ടാവും. അത്തരമുള്ളൊരു അവസ്ഥയിൽ മറ്റു കടകൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും. മറ്റൊരു കടയിൽ പോയിട്ട് അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ അവസാന സമയത്തേക്ക് റേഷൻ വാങ്ങാതെ അവസാന സമയത്തേക്ക് നീട്ടിവെച്ചാലുള്ള ഒരു പ്രശ്നം ഇതാണ്. അപ്പോൾ നാളത്തെ റേഷൻ വിതരണവും ഡിസംബർ മാസത്തെ റേഷൻ വിതരണം തന്നെയാണ്. മിക്കവാറും റേഷൻ കടകളൊക്കെ കാലിയായിരിക്കും. ഏതെങ്കിലും റേഷൻ കടകളിൽ മാത്രമായിരിക്കും സ്റ്റോക്കുകൾ ഉണ്ടാവുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കട സന്ദർശിക്കുക, സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വാങ്ങുക, അത്രേ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ഇനി മറ്റ് റേഷൻ കടകൾ തിരഞ്ഞ് നടക്കേണ്ടി വരും. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് ഭക്ഷ്യ കിറ്റിന്റെ കാര്യമാണ്. നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റും ഇപ്പോൾ ഏകദേശം വിതരണം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇനി നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് ലഭിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇനി ക്രിസ്മസ് കിറ്റിന്റെ വിതരണം വെള്ള കാർഡുകാർക്ക് ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഉള്ള വീഡിയോയിൽ പല ആളുകളും സംശയം ചോദിക്കുന്നതാണ്, ഡിസംബർ മാസത്തിൽ 2 ഭക്ഷ്യ കിറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് ഡിസംബർ മാസത്തേതായിട്ട് ഒറ്റ ഭക്ഷ്യ കിറ്റാണുള്ളത്. അത് ക്രിസ്മസ് കിറ്റാണ്. നമുക്ക് ഡിസംബർ മാസത്തെ നിലവിലുള്ള ഭക്ഷ്യ കിറ്റ് ഒഴിവാക്കി കൊണ്ടാണ് ക്രിസ്മസ് കിറ്റ് നൽകാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് തീരുമാനിച്ചത്. നിലവിൽ മഞ്ഞ കാർഡുകാർക്ക് അല്ലാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു ഡിസംബറിൽ 2 കിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിന് കാരണം നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് അവർക്ക് നവംബർ മാസത്തിൽ ലഭിച്ചിട്ടില്ല, അതും ഡിസംബറിലാണ് ലഭിച്ചത്. അതാണ് ഈ 2 കിറ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് കിറ്റിന്റെ കാര്യം. ഡിസംബർ മാസത്തേതായിട്ട് ഒറ്റ കിറ്റിനുള്ളൂ, അത് ക്രിസ്മസ് കിറ്റാണ്. അത് തന്നെ മറ്റുള്ള കിറ്റിൽ നിന്ന് തൂക്കത്തിൽ 1 കിലോ കുറവാണ്. പല സാധനങ്ങളും കുറച്ച് സാധനങ്ങൾ അധികമാക്കിയിട്ട് ക്രിസ്മസ് കിറ്റ് എന്ന പേരിൽ ലഭ്യമാക്കി എന്നുള്ളതാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. മൂല്യമൊക്കെ തുല്യമാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് വലിയൊരു ബമ്പറൊന്നും അതിൽ നിന്ന് നേടിയെടുക്കാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ഡിസംബർ മാസത്തെ തന്നെ എല്ലാ ഭക്ഷ്യ വിഹിതങ്ങളും വാങ്ങാത്ത ആളുകൾക്ക് കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. നാളെ കൂടി മാത്രമാണ് അതിന് അവസരമുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരേക്കും.